എൻ്റെ പേര് ബീന. ഞാൻ കാസർഗോഡുള്ള കുമ്പള സ്വദേശിയാണ്. എനിക്ക് HSA മലയാളം കാസർഗോഡ് ജില്ലയിൽ 7ാം റാങ്ക് വാങ്ങിക്കാൻ സാധിച്ചു. അതിലുപരി എനിക്ക് 72 മാർക്കോളം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് എൻ്റെ വിജയം. HSAക്ക് വേണ്ടി ഞാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയും നമ്മുടെ കയ്യിലെത്തും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ ആഗ്രഹം അങ്ങേയറ്റമായിരിക്കണം, ആവശ്യമല്ല അത്യാവശ്യമായിരിക്കണം നമ്മുടെ ആഗ്രഹം. എന്നെ സംബന്ധിച്ചിടത്തോളം കോവിഡ് ഒരു അനുഗ്രഹമാണ് എനിക്ക്. എന്നെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചത് ആ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നത് കൊണ്ടാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ടാണ് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ ഉള്ളിലെത്തുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഓൺലൈൻ ക്ലാസ്, ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നേട്ടമാണ് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഓൺലൈൻ അല്ലാതെ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന് ചെന്ന് പഠിക്കുക എന്നുള്ളത് വളരെ എനിക്ക് ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് തിരഞ്ഞെടുക്കുകയും ഓൺലൈൻ ക്ലാസ്സിന് എൻട്രി ആപ്പിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്, യൂട്യൂബ് ക്ലാസ്, ഇതാണ് എൻ്റെ തുടക്കം. ഞാൻ ആദ്യം എൻട്രിയിലത്തെ മോട്ടിവേഷൻ ക്ലാസ് കണ്ടു, അതേപോലെ യൂട്യൂബ് ക്ലാസ് കണ്ടു, പിന്നീട് നമ്മുടെ ഇൻ്റർവ്യൂ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. ഞാൻ എല്ലാ സമയവും ഈ ഒരു ആപ്പ് വഴി എൻ്റെ എല്ലാ എക്സാമിനും തയ്യാറെടുത്തിട്ടുണ്ട്. അവസാനം HSA മലയാളം അതിനുവേണ്ടി ഞാൻ തയ്യാറെടുക്കുന്ന സമയത്തും ബെറ്റി മിസ് നന്നായി എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ഓരോ വാക്കുകളും ഞാൻ എൻ്റെ പഠിത്തത്തിൽ കൂട്ടിച്ചേർത്തു. പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹരമാണ്. എനിക്ക് വായിക്കുക എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഒരു 15 മണിക്കൂറോളം വായിക്കാനാണ് ഞാൻ സമയം കണ്ടെത്തിയത്. ഏത് വീട്ടിലെ എല്ലാ ജോലികളും തീർത്തിട്ട് മാത്രം ഇരിക്കുക എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഒരു സമയവും നമുക്ക് അതിനു വേണ്ടി കിട്ടില്ല. വായിക്കാനുള്ള സമയം കണ്ടെത്തി ശേഷം നമ്മളെ വീടുകളിലത്തെ കാര്യങ്ങളും അതിനോട് കൂടി കൊണ്ടുപോകാൻ എനിക്ക് പറ്റി എന്നുള്ളത്. പിന്നെ ഞാനൊരു CBSE സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ HSA നേടിയെടുത്തത്. അപ്പോൾ ഒരിക്കലും സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നില്ല, നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. 15-16 മണിക്കൂർ ഒരു ദിവസം പഠിക്കുമ്പോഴും എനിക്ക് ഒരു അലസതയും തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്, ഞാൻ കഷ്ടപ്പെട്ടിട്ടല്ല പഠിക്കുന്നത്. എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റുകൾ ഞാൻ സബ്ജക്റ്റുകൾക്ക് കൂടുതൽ സമയം കണ്ടെത്തി വായിക്കുമായിരുന്നു ഞാൻ. അങ്ങനെ ഒരുപാട് കീറാമുട്ടികളെല്ലാം ഉണ്ടാവും, അതൊക്കെ ഞാൻ കീറിയെടുത്ത് പരിശോധിച്ച് പഠിക്കുമായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ LP UP എക്സാമുകൾ, ഒരുപാട് എക്സാമുകൾ വിളിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇനി പഠിക്കാൻ മുമ്പിലെ പഠിച്ച് ജോലി വാങ്ങിക്കാനും അങ്ങനെ ഒരു താല്പര്യം ആദ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നല്ലൊരു ഓൺലൈൻ ക്ലാസ് തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. ഓഫ്ലൈൻ അല്ല എന്ന് പറയുന്നില്ല, പഠിക്കുന്നവർക്കെല്ലാം പറ്റുമെങ്കിലും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഒരു ഓൺലൈൻ ക്ലാസ് തന്നെയാണ്. കാരണം നമ്മുടെ സമയത്ത് നമുക്കൊപ്പം നമ്മോടൊന്നിച്ച് എന്ന് പറഞ്ഞ പോലെ എക്സാമുകൾ, പഠന രീതികൾ, ഞാൻ പഠിച്ചത് എഴുതി പഠിക്കുമായിരുന്നു. പഠിക്കുന്ന സംഗതികൾ എന്തും എഴുതി പഠിക്കുക. അതേപോലെ എഴുതി കഴിഞ്ഞതിന് ശേഷം റിവിഷൻ, ഒന്നാമത്തെ കാര്യം റിവിഷനാണ്. പിന്നെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ. പിന്നെ പാട്ടുരൂപത്തിലാക്കി പഠിക്കുക. എനിക്കിഷ്ടപ്പെട്ട പാട്ടുരൂപത്തിലാണ് ഞാൻ വാക്കുകളും ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ആ പാട്ടുരൂപത്തിൽ ബാക്കി എല്ലാ പണികളും ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടിൻ്റെ രൂപത്തിൽ പാടി പഠിക്കുമായിരുന്നു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ പഠനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. എന്നെ നല്ല സന്തോഷമുണ്ട്. കാരണം HSA മലയാളം ഇതിൽ 7ാം റാങ്ക് വാങ്ങിക്കാൻ കഴിഞ്ഞു. അതേപോലെ ഞാൻ ഇന്നിപ്പോൾ അങ്കടിമുഖർ സ്കൂളിൽ, കാസർഗോഡ് ഉള്ള അങ്കടിമുഖർ എന്ന് പറയുന്ന സ്കൂളിൽ ജോലി ചെയ്യുകയാണ്. 2 ആഴ്ചയോളായി അവിടെ ജോലി ചെയ്യുന്നത്. സന്തോഷം. ഈ ഒരു അധ്യാപന ജീവിതം കിട്ടിയതിൽ
ദൈവത്തോടും അതേപോലെ തന്നെ ആദ്യം തന്നെ എന്നെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്ന എൻട്രിയുടെ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം ഞാൻ പഠിച്ചൊരു അധ്യാപികയാവുക, പഠിച്ച് നല്ല നിലയിലെത്തുക എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അച്ഛൻ അതിനുവേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ക്ലാസ് തൊട്ടേ അച്ഛൻ വായിക്കുക എന്ന് പറയുന്ന ആ ഒരു സംഗതി, വായനയുടെ വെളിച്ചം ശരിക്കും എൻ്റെ മനസ്സിലേക്ക് കൊളുത്തി തന്നത് എൻ്റെ അച്ഛനാണ്. വീടിനടുത്തുള്ള ചെറിയൊരു വായനശാലയുണ്ട്, ആ വായനശാലയിൽ പോയി ബുക്ക് എടുത്ത് കൊണ്ടുവന്ന് വായിക്കണം, പഠിക്കുന്ന പുസ്തകത്തിൻ്റെ കൂട്ടത്തിൽ അതുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വായനയിൽ കൂടുതൽ താല്പര്യം ഉണ്ടാക്കിയ ആളാണ് എൻ്റെ അച്ഛൻ. ആ അച്ഛൻ ഇന്ന് എൻ്റെ ഒന്നിച്ചില്ല എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ, എനിക്കിന്ന് ഇത്ര വലിയ സന്തോഷം ഞാൻ അനുഭവിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എൻ്റെ ഒന്നിച്ചില്ല എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ദുഃഖമാണ്. എങ്കിലും ഞാൻ എൻ്റെ എല്ലാ വിജയവും അച്ഛന് വേണ്ടി സമർപ്പിക്കുകയാണ്, എൻ്റെ അച്ഛന് വേണ്ടി.